ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിച്ചൂസ് കിച്ചണിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് വിഭവമാണ്. ഇതിനായി ഞാനിവിടെ 2 കപ്പ് വൈറ്റ് റൈസ് എടുത്തിട്ടുണ്ട്. അത് കുതിരാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ച് ഒരു 3 മണിക്കൂറെങ്കിലും കുതിരാനായി വെക്കണം. ഓവർനൈറ്റ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ നല്ലോണം കുതിർന്നിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 4 ടേബിൾ സ്പൂൺ തൈരും ഒരു 3/4 കപ്പ് വെള്ളവും ചേർത്ത് അരച്ചെടുക്കണം. ഈ അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിൽ ചേർക്കാനായി നമുക്ക് ഒരു ബോയിൽ ചെയ്ത ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഒരു വലിയ ക്യാരറ്റ് കൂടി ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞ് ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള കൂടി ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. സവാള കൂടി ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു പിടി മല്ലിയില കൂടി ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം നേരത്തെ തയ്യാറാക്കിയ മാവിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ചൂടായ പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുക്കുക. അതിനുശേഷം ഒരു 3 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കണം. 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് മറിച്ചിട്ട് കൊടുത്ത് ഒരു 2 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിവിടെ നന്നായി കുക്കായിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞ് ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.